ഓരോ ദൈവഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കിഴക്ക് ദിക്കിൽ നിന്നും, പടിഞ്ഞാറ് ദിക്കിൽ നിന്നും, വടക്ക് ദിക്കിൽ നിന്നും, തെക്ക് ദിക്കിൽ നിന്നും ദേവി എഴുന്നള്ളി പർവ്വത മുകളിൽ എന്റെ ദാരികന്റെ കൊട്ടാരത്തിൽ തനിക്കെതിരെ ദാരികന് ഒരുക്കിയിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്ന ചടങ്ങിന്റെ പ്രതീകമായ ജനന്തോട് ആസുരവാദ്യമായ ചെണ്ടമേളത്തിന്റെ അഹമ്പരിയോട് തനിക്ക് വേണ്ടി വാദ്യം മുഴക്കുന്ന തന്റെ ഭൂതഗണങ്ങളോട് ഉച്ചത്തിൽ വാദ്യമേളം മുഴക്കുവാൻ ആജ്ഞാപിച്ച് ശ്രീഭദ്ര പർവ്വത മുകളിൽ എഴുന്നള്ളി ദാരികന്റെ കൊട്ടാരത്തിൽ കൃഷ്ണൻ പാർക്കുന്ന ഒന്നാമത്തെ പിറച്ചോട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും ദർശനമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയായും ദേവിയായും ഭദ്രയായും ദർശനം നൽകുന്ന പമ്മയ്ക്ക് കാലൂട്ട് മഹോത്സവകാലം ഈ 14 ലോകവും തന്റെ കാൽ കീഴിലാക്കി ദേവന്മാരെ ദേവലോകത്തു നിന്ന് മാറ്റിപ്പായിച്ച് പർവ്വത മുകളിൽ അഭയം പ്രാപിക്കുവാൻ പ്രേരിപ്പിച്ച പർവ്വത മുകളിൽ എഴുന്നള്ളി ദാരികന്റെ കൊട്ടാരത്തിൽ ദാരികൻ തനിക്കെതിരെ ഒരുക്കിയിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്ന ചടങ്ങിന്റെ പ്രതീകമായ ഒന്നാമത്തെ ചടങ്ങ് ദാരികൻ ഒരുക്കിയിട്ടുള്ള മായാക്കോട്ട കാരണം ദേവി തന്നെ 3 നയനങ്ങൾ മലർക്ക തുറന്ന് തർക്കൻ പാർത്തിട്ടും ദാരികൻ ഒരുക്കിയിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് ദേവിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ നിരാശയോടെ ദേവി പർവ്വത മുകളിൽ നിന്നും പൂജാതയായി സിനിമയുടെ പ്രതീകമായ ദാരികനെ തിരിച്ചയക്കുവാൻ ജന്മം കൊണ്ട ഭൂമിയിൽ അവതരിച്ച് ദാരികനെ നിഗ്രഹിക്കുവാൻ തക്ക കോപത്തോടെ ദേവി പർവ്വത മുകളിൽ എഴുന്നള്ളി ദാരികന്റെ കൊട്ടാരത്തിൽ തൃക്കൻ പാർക്കുന്ന ചടങ്ങായ ഒന്നാമത്തെ ചടങ്ങോട്ട് ദാരികന്റെ കൊട്ടാരത്തിൽ ദാരികൻ ഒരുക്കി യുദ്ധസന്നാഹങ്ങൾ ഗ്രഹിക്കുവാൻ ദേവിക്ക് സാധിക്കാതെ നിരാശയോടെ മണിയനെയും രുദ്രനെയും ഭരിക്കുന്നു. കാലക്രമത്തിൽ ഇരുവർക്കും 2 പുത്രന്മാർ ജനിക്കുന്നു. ദാരിമതിയുടെ പുത്രന് ദാരികനെന്നും ദാനവതിയുടെ പുത്രന് ദാനവനെന്നും നാമകരണം ചെയ്യുന്നു. അവരിരുവരും അതിശക്തന്മാരായി വളർന്നപ്പോൾ ദാരിമതി തന്റെ മകനെ തന്റെ ചാരത്ത് വിളിച്ചു വരുത്തി ഇപ്രകാരം കൽപ്പിക്കുന്നു: അല്ലയോ മകനെ, കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ എഴുന്നള്ളുന്ന ഇടിവിനുള്ള ശ്രീ ഭദ്രാവതി ദാരികന്റെ കൊട്ടാരത്തിൽ എന്തൊക്കെ യുദ്ധസന്നാഹം തനിക്കെതിരെ ഒരുക്കിയിട്ടുണ്ടെന്നും ബ്രഹ്മദേവൻ ഏതൊക്കെ ദിവ്യ ആയുധങ്ങൾ ദാരികന് പ്രദാനം ചെയ്തിട്ടുണ്ടെന്നും എത്ര അശ്വനി അസുരപ്പടയാണ് ദാരികൻ തനിക്കെതിരെ ഒരുക്കി നിർത്തിയിട്ടുള്ളതെന്നും ഗ്രഹിക്കുവാൻ ദേവി കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വടക്ക് ദിക്കിൽ നിന്നും തെക്ക് ദിക്കിൽ നിന്നും എഴുന്നള്ളി പർവ്വതവും മുകളിൽ എഴുന്നള്ളി ദാരികന്റെ കൊട്ടാരത്തിൽ തൃക്കൻ പാർക്കുന്ന ചടങ്ങിന്റെ പ്രതീകമായ രണ്ടാമത്തെ ചടങ്ങ്
ഭൂമിദേവിയുടെ പെരുമാറൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ കോപം ഉള്ളിലടക്കി ദാരികൻ തനിക്കെതിരെ ഒരുക്കിയിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കുവാൻ ദേവി പർവ്വത മുകളിൽ എഴുന്നള്ളി ദാരികനെ തിരയുന്ന ചടങ്ങുകൾക്കാണ് നാം ഏവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ ദേവിയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച പർണേതി കാളിയൂട്ട് മഹോത്സവത്തിന്റെ ഭക്തി നിർഭരമായ നിലത്തിൽ പോലും ദർശിച്ച് ദേവി കടാക്ഷം കരസ്ഥമാക്കുവാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവീ ഭക്തർക്കും കിടാരക്കുടി ഇടിവീഴുന്നുള്ള ദേവീക്ഷേത്ര ഭരണസമിതിയുടെയും 2024 പർണേതി മഹോത്സവ കമ്മിറ്റിയുടെയും ഭക്തി നിർഭരമായ സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇനി 6 വർഷം കാത്തിരിക്കണം ദേവിയുടെ ഈ തിരുവുത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. പടഹാദി രൂപത്തിലുള്ള ഉത്സവമാണ് ഇടിവീഴുന്ന ദേവിയുടെ തിരുമുമ്പിൽ ഭക്തരായ നാം സമർപ്പിക്കുന്നത്. വാർദ്ധക്യ വീര്യത്തോടെ ഇത് നേരം പുലരുവോളം അഹങ്കാരത്തോടെ തന്നെ വെല്ലുവിളിച്ച ദാരികന്റെ കൊട്ടാരത്തിൽ ദാരികൻ തനിക്കെതിരെ ഒരുക്കിയിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കുവാൻ ദേവി പർവ്വത മുകളിൽ എഴുന്നള്ളി ദാരികന്റെ കൊട്ടാരത്തിൽ തൃക്കൺ പാർക്കുന്ന ചടങ്ങിന്റെ പ്രതീകമായ 2ാമത്തെ പീഠം ചവിട്ട്. ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയ ശ്രീഭദ്രെ ദാരികൻ പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞ് പ്രകോപിപ്പിച്ചപ്പോ ദേവി ദാരികനെതിരെ 7 ആകാശ യുദ്ധങ്ങളാണ് പൂർത്തിയാക്കിയത്. അഗ്നി വർഷിച്ചും തൃശൂലം ചുഴറ്റിയെറിഞ്ഞും ഉടവാൾ ദാരികന്റെ നേരെ വലിച്ചെറിഞ്ഞും ദേവി തന്റെ കോപം പ്രകടിപ്പിച്ചപ്പോ 7 ആകാശ യുദ്ധത്തിലും ദേവിക്ക് ദാരികനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. വർദ്ധിത വീര്യത്തോടെ അഹങ്കാരത്തോടെ തന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച ദാരികന്റെ കൊട്ടാരത്തിൽ ദാരികൻ എന്തൊക്കെ